السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا. صدق الله العظيم. ആയത്ത് നമ്പർ 13 എൻ്റെ ഓർമ്മ അല്ലേ? ആയത്ത് നമ്പർ 13 അല്ലേ? അല്ലേ? ഈ ആയത്തിന്റെ ആരംഭം തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ ലാളിച്ച് തഴകി തലോടിയാണ് അല്ലാഹു പറയുന്നത്. കാരണം ഇൻഷാ അല്ലാഹ് പറയാത്തതിന്റെ ഒരു പേരിൽ ഉമ്മത്തിന് പാഠം എന്ന നിലയിൽ 2 ആഴ്ചയോളം അല്ലെങ്കിൽ 40 ദിവസം ജിബ്രീൽ ഇസ്ലാമിനെ അല്ലാഹു പറഞ്ഞയച്ചില്ല. അപ്പോഴേക്ക് ആളുകളുടെ ഇടയിൽ ഭയങ്കര വിവാദമായി, ചർച്ചയായി, വിവാദം കൊടുമ്പിരി കൊണ്ടു. അങ്ങനെയൊക്കെ ആയപ്പോഴാണ് പിന്നെ ഇത് അവതരിക്കുന്നത്. അപ്പൊ അല്ലാഹു തആല അതിന്റെ തുടക്കം തന്നെ പറയാണ്, നഹ്നു നഖുസ്സു അലൈക, നിങ്ങൾക്ക് ഞാന് ചരിത്രം പറഞ്ഞുതരാം. നഹ്നു നഖുസ്സു അലൈക നബഅഹും, അവരുടെ ചരിത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ബിൽ ഹഖി, സത്യമായിട്ട് പറഞ്ഞുതരാം, ബേജാറാണ്ട. എന്താണ് ആ തുടക്കം? നിങ്ങൾ എന്തിനങ്ങനെ ടെൻഷൻ? ഞാൻ പടല്ലേ? അല്ലാഹു അറിയാം. ഞാൻ പറഞ്ഞുതരാം, സത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം, പ്രശ്നമൊന്നും ആവണ്ട. 40 പൈസക്ക് ജിബ്രീൽ ഇസ്ലാമിനെ പറഞ്ഞ അതൊക്കെ വിടിങ്ങള്, നമ്മളുണ്ട് ഇവിടെ, നിങ്ങളൊപ്പല്ലേ, നിങ്ങൾ പറഞ്ഞുതരാ, ബേജാറാണ്ട. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. അവിടെ മഹാനായ ഇമാം ഇസ്മായിൽ ഹഖി റഹിമഹുല്ലാഹ് ഈ ചരിത്രം പറഞ്ഞുതരാന്നുള്ള പറഞ്ഞോടത്ത് ബിൽ ഹഖ് എന്ന് എന്തിനാണ് പറഞ്ഞതെന്നൊരു ചർച്ച ഉണ്ട്. ഞങ്ങൾക്ക് ചരിത്രം പറഞ്ഞുതരാറിന പോലെ ബിൽ ഹഖ് സത്യമായിട്ട് പറഞ്ഞുതരാന്ന് പറയണം. ഇവിടെ നമുക്കൊരു പാഠമുണ്ട്. എന്താ വെച്ചാല് ഈ കേൾക്കുന്ന ചരിത്രങ്ങൾ ഭൂരിഭാഗം കളവാണ്. ആരോടും ഉണ്ടണ്ട. വലിയ കിതാബിൽ തന്നെ കുറെ കളവുണ്ട്. അത് എഴുതിയ ആൾക്കാരെ കുഴപ്പമില്ല. ഇസ്രായേലിയത്ത് എന്ന് പറയും. അല്ലാഹു തആല ഏറ്റെടുത്ത് ഖുർആന്റെ ആയത്തുകളുടെ സംരക്ഷണം മാത്രമാണ്. ഹദീസുകൾ പോലും അല്ലാഹു തആല ഹിഫ്ള് ചെയ്യും ഏറ്റെടുത്തിട്ടില്ല. എന്നാ ഹദീസ് കൃത്യമായിട്ട് ഇവിടെ ഉണ്ട്. പക്ഷെ ഹദീസിൽ മൗദൂആത്ത് ഉണ്ട്, ആയത്തിൽ മൗദൂആത്തില്ല. ഹദീസിൽ ലഈഫ് ഉണ്ട്, ആയത്തിൽ ലഈഫ് ഇല്ല. കാരണം ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, അത് ഖുർആനിലെ ആയത്തുകൾക്ക് മാത്രമേ ഉള്ളൂ. മറ്റേക്ക് നമ്മൾ വലിയ കിതാബിൽ കണ്ട ചരിത്രം തന്നെ അപ്പാട് വിഴുങ്ങി പറയരുത്, അതിന്റെ അപ്പുറപ്പുറം നോക്കണം. അതിനാണ് ഉസ്താമാരെ തന്നിട്ട് കാര്യങ്ങൾ ക്ലിയർ ആക്കണമെന്ന് ആലിമീങ്ങളൊക്കെ പറയുന്നത്. ഇന്ന് യുക്തിവാദികളായി അറിയപ്പെടുന്ന പല ആളുകളും പറയുന്ന ചരിത്രമൊക്കെ കുറെ ഉള്ളതാണ്, കിതാബിൽ തന്നെ ഉണ്ട്. പക്ഷേ കിതാബിലുള്ള എല്ലാ ചരിത്രവും ശരിയല്ല. അതാണ് ദീന് എന്ന് പറഞ്ഞാൽ ഇന്നമ ദീനു ബിൽ ഇസ്നാദി എന്ന് പറയാൻ കാരണം. ദീനൊരു സനദുണ്ട്, ഒരു ചങ്ങലുണ്ട്. അതടിസ്ഥാനത്തിലാണ് അഖീദയായിട്ട് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യം വിശ്വസിക്കാൻ പറ്റൂ, അല്ലാത്തൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം കിതാബിൽ ഇസ്രായേലിയത്ത് ധാരാളം കടന്നുകൂടിയിട്ടുണ്ട്. വലിയ കിതാബിൽ തന്നെ, വലിയ വലിയ കിതാബില് ധാരാളം ഇസ്രായേലിയത്തുണ്ട്. അപ്പൊ അതൊക്കെ കൂടി കിതാബ് കണ്ടിട്ട് നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ സമൂഹം ആകെ പഴച്ചു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വലിയ കിതാബിൽ ഞാൻ കണ്ടിട്ടുണ്ട് റസൂലുള്ളാഹിന്റെ ഖദറിനോട് യോജിക്കാത്ത കുറെ സംഭവങ്ങൾ. വലിയ കിതാബില്, ചെറിയ കിതാബല്ല, വലിയ കിതാബില് 1000 കൊല്ലം മുമ്പൊക്കെ രചിക്കപ്പെട്ട കിതാബിൽ ഞാൻ കണ്ടിട്ടുണ്ട് മുത്തനയിലേക്ക് ചേർത്തി പറയാൻ പറ്റാത്ത സംഭവങ്ങൾ. എന്താ കാര്യം? അതൊക്കെ കടത്തിക്കൂട്ടിയതാണ്. അല്ലെങ്കിൽ കടത്തിക്കൂട്ടിയതല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഇമാമിങ്ങൾ തഫ്സീർ ഇങ്ങനെ എഴുതുമ്പോ കേട്ടുകളിവുള്ള ചരിത്രം അതിൽ കയറ്റും.
അത് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളോട് ശ്രദ്ധിക്കാൻ പറയണം. ഇങ്ങനൊക്കെ കേട്ടുകളിവുണ്ട്, ഞാൻ കിതാബിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളെ ക്ലിയർ ആക്കി കൊടുക്കണം എന്നതിന്റെ അർത്ഥം. അല്ലാതെ ഇതിൽ കണ്ടാക്കോ കൂടി മുണുങ്ങി പറയണം എന്നല്ല. അതാണ് അതിന്റെ ആൾക്കാരെ ഒന്ന് ഓതി പഠിക്കണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പഴച്ചു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതാണ് അള്ളാഹു താല ഇവിടെ പറയണത്, സത്യമായിട്ട് ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാന്ന്. കാരണം ചരിത്രം കുറെ ബാത്തിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ ബിൽ ഹഖ് എന്ന് പറയാൻ കാരണം. നഹ്നു നഖുസ്സു അലൈക നബഹും ബിൽ ഹഖ്. ഞാൻ സത്യമായിട്ട് കുറെ ഇനിയിപ്പോ കിതാബിലല്ല, ഇന്നിപ്പോ കുറെ ആൾക്കാർ ഈ ഔലിയാക്കളെ കുറിച്ച് പ്രസംഗിച്ച് നടക്കണ ഭൂരിഭാഗം അവരുള്ള കാലത്തില്ല, അവരെ കണ്ടോരെ വരെ കണ്ടിട്ടില്ല. എന്നിട്ട് അവരെ സ്വന്തം ആൾക്കാരായി ചമഞ്ഞിട്ട് ഇല്ലോ ഇല്ലാത്തതും പെരുപ്പിച്ച് പറഞ്ഞിട്ട് ഉമ്മത്തിനെ പഴപ്പിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതാ പണി. ഞാനും ഇന്ന ആളാന്നാണ്ട് അറിയിക്കണം. അതന്നെ, അതിന് ഓരോ തൊള്ളേ തോന്നിയത് പറയും. നമ്മൾ അടിസ്ഥാനം തപ്പിപ്പോയാൽ ലാ തുമ്പ വല വാല ഒന്നും ഉണ്ടാവില്ല. ഇതൊന്നും കേട്ട് പഴക്കാൻ നിൽക്കരുത്. ദീനിന് ഒരു അസലുണ്ട്, അത് പൊളിയരുത്. മഹാന്മാർക്ക് കറാമത്ത് ഉണ്ടാവില്ല, ഉണ്ടാവും. അതുകൊണ്ട് ഇബൻ ഉണ്ടാക്കണോ? ഇബൻ ഉണ്ടാക്കാൻ ആരെ ഏൽപ്പിച്ച്? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഈ ചരിത്രം എന്നത് കേട്ടിട്ട് പഴക്കരുത്, അത് ക്ലിയർ ആക്കി കിട്ടണം, അല്ലെങ്കിൽ ചരിത്രം കൊണ്ട് നമ്മൾ അപകടത്തിലാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ഇവിടെ ബിൽ ഹഖ് എന്നുള്ള പറയാനുള്ള ഒരു പോയിന്റാണ് നിങ്ങൾ അറിയിച്ചത്. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. ഞാൻ സത്യമായിട്ട് നിങ്ങൾക്ക് ചരിത്രം പറഞ്ഞു തരാം. കാരണം അതിൽ സൂചന ഉണ്ട്, ചരിത്രങ്ങൾ കുറെ ബാത്തിലാണ്, ഞാൻ ഈ പറഞ്ഞ സത്യമാണ്. ഇനി അള്ളാഹ് പറയാൻ തുടങ്ങട്ടോ, ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അല്ലാഹു തആല ക്വാളിഫിക്കേഷൻ പറഞ്ഞു തുടങ്ങാണ് ഈ ചെറുപ്പക്കാരെ. ഈ 7 ചെറുപ്പക്കാരുടെ ക്വാളിഫിക്കേഷൻ അല്ലാഹ് പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞത് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബി. ഇന്നഹും ശബാബ് എന്ന് പറഞ്ഞില്ല. യുവാക്കൾക്ക് ശബാബ് എന്നും പറയാം. യുവാക്കൾക്ക് കുറെ പേരുണ്ട്. ഷാബ് അതിൽപ്പെട്ടതാണ്. ഷാബ് എന്ന് പറഞ്ഞാൽ ഒരഭിപ്രായ പ്രകാരം ഒരു 50 വയസ്സ് മുതൽ 70 വയസ്സ് വരെ എന്നുള്ളൂ. തിഫിലി എന്ന് പറഞ്ഞാൽ 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെ. സ്വബി എന്ന് പറഞ്ഞാൽ 7 to 15. ഷാബ് എന്ന് പറഞ്ഞാൽ 15 to 50, അതാണ് ഷാബ് കേട്ടോ. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ 50 to 70. കിബർ എന്ന് പറയും, പടുവൃദ്ധൻ. അത് 70 മേലെ പോകുമ്പോഴൊക്കെ കിബറാ, പടുവൃദ്ധനാ. ഇതിലിപ്പോ ആരാ കിബർ ഉള്ളത്? 70 കഴിഞ്ഞ ആൾക്കാരെ എണ്ണെടുക്കാനൊന്നും നിൽക്കണ്ടട്ടോ. നിങ്ങൾ 70 കഴിഞ്ഞോ? നിങ്ങൾ ഷാബല്ലേ? നിങ്ങൾ ഓട്ടം കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ ഷാബാണ്. നിങ്ങളൊക്കെ ഈ വയസ്സ് എന്ന് പറഞ്ഞാൽ അക്കേ ഉള്ളൂ. മിനിമം നിങ്ങൾ ചെറുപ്പക്കാരനാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുക ക്ലാസ് കൂടി, നിങ്ങളാ പാൻറ് ഇട്ടിങ്ങാണ്ട് ഇങ്ങോട്ട് ഓടണോ അങ്ങോട്ടോ. എനിക്കെന്നെ അങ്ങനെ ഓടാൻ കഴിയില്ല. എനിക്ക് 49 വയസ്സായിട്ടുള്ളൂ. നിങ്ങൾ ഓടണായിരുന്നു എനിക്ക് ഓടാൻ കഴിയില്ല. 49 വയസ്സായിട്ടുള്ളൂ. എനിക്ക് കോണി കാരണത്തിന് ചിലപ്പോൾ സൈഡൊന്ന് പിടിക്കണം. അപ്പൊ അതൊരു അക്കായി കൂട്ടിയാൽ മതി. ഇനി ഉള്ളത് ഒരു കായ് സെറ്റ്. ഏതായാലും 70 കഴിഞ്ഞാൽ പിന്നെ കിബറ, കിബർ, പടുവൃദ്ധൻ. പിന്നെ മയ്യത്താട്ടോ. മയ്യത്ത് പിന്നെ എപ്പോഴും കയറി തരാം. അപ്പൊ അങ്ങോട്ട് ആവൊന്നുമില്ല. കിബർ കഴിഞ്ഞാൽ പിന്നെ ഏതായാലും മയ്യത്താണ് എന്ന്. അതാണ് പറഞ്ഞത്. യാ അല്ലാഹ്. അലി ഞാൻ പറയാൻ കാരണം ഇവിടെ ഫിത്തിയ, ഫത്ത, ഫിത്തിയ, ഈ ഫിത്തിയത്ത് എന്ന് പറഞ്ഞാൽ അതിലൊരു സൂചന ഉണ്ട്. ഇവർ ഹക്കായിട്ട് ഹിദായത്ത് അള്ളാഹിൽ നിന്ന് കിട്ടിയ ചെറുപ്പക്കാരാണ് എന്നൊരു സൂചന ഉണ്ട്. ഇന്നഹും ഫിത്യ, ഇന്നഹും ഫിത്യ. ഒരഭിപ്രായ പ്രകാരം ഇവർക്ക് ഹിദായത്ത് ആരും പഠിപ്പിച്ചിട്ടില്ല, ഒറ്റ കുട്ടി പഠിപ്പിച്ചിട്ടില്ല. മറ്റൊരഭിപ്രായം എങ്ങനെ ഉണ്ട് കേട്ടോ, ഞാൻ പറയാം, കിതാബിലുള്ളതാണ്. ഇവർ 7 ആൾക്കാരെ ഹിദായത്തേക്ക് വരാൻ കാരണം, ഈ നാട് മൊത്തം കുഫറിലാവുമ്പോ ഇവർ 7 ആളുകളെ ഹിദായത്തിലേക്ക് വരാൻ ഒരു കാരണമുണ്ട്. ഈസാ നബിന്റെ ഒരു ഹവാരി ഇവരെ നാട്ടിലെത്തി. മൂപ്പര് പറഞ്ഞത് മദ്രസ അധ്യാപകൻ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇടക്ക് എണീച്ചു പോകുമ്പോ എന്നും പോങ്ങളായിരുന്നു. എന്താ ഇയാളെ എവിടുന്നോ വന്നുങ്ങാണ്ട് അളിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾക്ക് ക്ലാസ്സിന് എത്തണം, അതാണ് ഞാൻ ഇടക്ക് എണീച്ചു പോകണം, ഒന്നും കരുതരുത് എന്നും പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് തെറ്റിദ്ധാരണ വേണ്ട വെച്ചിട്ട് പറഞ്ഞാണ്. മനസ്സിലായില്ല? അപ്പൊ ഒരു ഹവാരി ഇയാളെ നാട്ടിൽ കൊന്നു. ഈസാ നബിന്റെ ഒരു ശിഷ്യൻ ഇയാളെ നാട്ടിൽ കൊന്നു. ഇയാളെ നാട്ടിക്ക് ഇവരെ ഈ കുട്ടികളെ നാട്ടിൽ കൊന്നു. അപ്പൊ ഈ ചെറുപ്പക്കാരൊക്കെ അവിടെ ഉണ്ട്. ഒരു പുതിയ മുഖം വരില്ലേ. അപ്പൊ ആ വാതിലിൽ അവിടുത്തെ എന്നിട്ട് കയറണമെങ്കിൽ അവിടെ ഒരു ബിംബുണ്ട്, അതിന് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞു ഈസാ നബിന്റെ ശിഷ്യനോട്. ഇയാൾ പറഞ്ഞ സുജൂദ് ഞാൻ ചെയ്യില്ല, ബിംബത്തിനാ സുജൂദ, അതിന് ആളെ ഒരാളൊക്കെ വന്നു. നിങ്ങൾ കരുതിയ ആളല്ല, ഞാൻ ഈസാ നബിന്റെ ആളാണ്, അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യണം, ഓടുന്നു. അപ്പൊ ഓരൊക്കെ കൂടി കൈകാര്യം ചെയ്യാൻ നിന്നു. അല്ലെങ്കിൽ ഇയാൾ അതുകൊണ്ട് ഓടിയിട്ട് ഇയാള് ഒരു ഹമ്മാം ബാത്റൂം അയാൾക്ക് കിട്ടിയ അതിൻ്റെ ഉള്ളിൽ കണ്ട് കയറി. ആൾക്കാർ പിന്നെ കൈകാര്യം ചെയ്യാൻ വന്നാൽ കിട്ടിയ സ്ഥലം നോക്കി ഓടുന്നല്ല വേണ്ട, അയക്ക് കയറി.
കയറിയിട്ട് ഇയാൾ അതിലാണ്ട് കൂടി കുറേ സമയം. എന്നിട്ട് അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ ചെറുപ്പക്കാരെന്നപ്പോ ഒരു അള്ളാനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത്, ബാത്റൂമിന്റെ ഉള്ളത് അള്ളാനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അള്ളാനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ ഒരു തലയിൽ കയറി ഒരു ഹിദായത്തിലായി. അപ്പൊ ആ നാട്ടുരാജാവിന്റെ മോന് ഒരു പെണ്ണിനേറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. അന്നിപ്പോ അങ്ങനെ ഒരു കാലമല്ലോ. ഒഴിഞ്ഞൊരു ബാത്റൂം കണ്ടപ്പോ ഈ പെണ്ണിനേറ്റ് ആ ബാത്റൂമൊക്കെ കയറാനുള്ള പരിപാടിയായി ചങ്ങായി. അപ്പൊ ഇയാളെ റിമ്പട് കയറാൻ പറ്റൂല, ഇവിടെ തമിഴ് ചെയ്യാൻ പറ്റൂല, ഇവിടെ ഞാണ്ട് കയറി ആരെയൊക്കെ പോയി അവിടെ ഇമ്മാനാണ്ട് പ്രസരിച്ചു. അയാൾ എന്ത് ചെയ്തു, ഇയാളെ വാക്ക് നോക്കാതെ തട്ടിയിട്ടാണ്ട് കയറിയേക്ക് തന്നെ മാത്ത രണ്ടാളും അമ്മാമെന്നാണ് മരിച്ചു. ഇത് രാജാവ് പറഞ്ഞു, ഈ സിദ്ധന കാരണത്താലാണ് എന്റെ മോൻ മരിച്ചത് എന്ന് മനസ്സിലായി. അപ്പൊ അയാളെ തേടി ആളെ കിട്ടിയില്ല, അയാൾ ഓടിക്കണം. അപ്പൊ രാജാവ് രണ്ടാമത് ചോദിച്ചു, എന്നാ അയാളെ സഹവസിച്ചിട്ട് വിശ്വസിച്ച് ആൾക്കാരെ നമ്മളെ നാട്ടിലുണ്ടോ ചോദിച്ചു. അപ്പൊ ആളുകൾ പറഞ്ഞു, ഒരു 7 ചെറുപ്പക്കാര് 3 ആൾക്കാരയക്കണ്, ഓല കണ്ട് കൊണ്ടുപോയി നമുക്ക് കൊല്ലണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവര് ഗുഹയ്ക്ക് ഒരഭിപ്രായം. മറ്റൊരഭിപ്രായത്തിൽ ഒന്നുമില്ല, ഇവർ പറയേണ്ട കാര്യം കണ്ട് പറഞ്ഞപ്പോ അള്ളാഹ് ഹിദായത്തിന്റെ ബോധം അങ്ങോട്ട് കൊടുത്തതാണ്, അല്ലാതെ ഒരാളും പറഞ്ഞു കൊടുത്തല്ല. ഖൽബിന് ഹിദായത്തിന്റെ ബോധാണ്ട് വന്നു, ഇത് ശരിയല്ല എന്ന്. അതാണ് പറഞ്ഞത്, ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം, അവരവരുടെ റബ്ബിനെ കൊണ്ട് ദൃഢരൂഢമൂലമായി വിശ്വസിച്ചവരാണ്. വസിദ്നാഹും ഹുദാ, ഹിദായത്ത് നമ്മൾ വർദ്ധിപ്പിച്ചു. ഹിദായത്തിൽ വർദ്ധിപ്പിക്കലുണ്ട്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം നമ്മൾ ഓതുമ്പോ എന്താ അതിന്റെ അർത്ഥം? ഇനി ഹിദായത്തിലാക്കണേന്ന് നമ്മളെ അസ്റാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിൽ ഹിദായത്തിലാക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ സിറാത്തുൽ മുസ്തഖീമിൽ ഹിദായത്തുള്ള ആൾക്കാർ തന്നെയല്ലേ ഇത് ഓർക്കണേ. അപ്പൊ ഹിദായത്തിന് പല പൊസിഷൻ ഉണ്ട്, പല തസ്തികയുണ്ട്. വലൗ അന്നഹും ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മുടെ മാർഗത്തിൽ കഠിനമായി യത്നിക്കുന്ന ആളുകൾക്ക് ഹിദായത്തിന്റെ വ്യത്യസ്ത തസ്തികയിലേക്ക് അവർ നമ്മൾ വഴി നടത്തുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹിദായത്തിന് ഒന്ന് മാത്രമൊന്നല്ലേ, നമ്മളിപ്പോ തൊലിമല ഉള്ളത്. ഒരു തേങ്ങ കണ്ട് എടുത്താല് അതിന് തൊലിയുണ്ട്, തൊലി പൊളിച്ചാൽ ചിരട്ടുണ്ട്, ചിരട്ട പൊളിച്ചാൽ കാമ്പുണ്ട്, കാമ്പിന്റെ ഉള്ളിൽ വെള്ളമുണ്ട്, അല്ലേ? ഇങ്ങനെ തന്നെയാണ് തൗഹീദും. നമ്മളിപ്പോ തൊലിപ്പുറത്താണുള്ളത്. അള്ളാഹ് ഏകനാണ്, മുഹമ്മദ് നബി അള്ളാഹുന്റെ റസൂലാണ്. അയ്യാല സല പള്ളി കയറിക്കൂടി നിസ്കരിച്ചോളും. ഈ തൊലിമലപ്പുള്ളത്. ഇത് പൊളിച്ചാൽ ആ ചിരട്ട കിട്ടുക, ചിരട്ട ഉണ്ടില്ല ആ കാമ്പുള്ളത്. ഈ കാമ്പ് കണ്ട് എത്തിയണ്ടല്ലോ നിസ്കാരം ബഹുരസായിരിക്കും, ജീവിതത്തിന്റെ പരമാനന്ദം. അല്ലാഹു അക്ബർ. ഇതിന്റെ മേലെ രസം ഉണ്ടാവില്ല, കാമ്പിന്റെ അവിടേക്ക് എത്തണം എന്ന് മാത്രം. ഇപ്പൊ നമ്മൾ നിസ്കരിക്കും, നരകത്തിലിടുവല്ലോ, പറ്റില്ല, സ്വർഗത്തിൽ കടക്കണം. ഫാത്തിഹന്റെ പകുതിയാകുമ്പോ കോട്ടുവാടുന്ന ആൾക്കാരില്ലേ? ഞാൻ നിസ്കാരത്തിൽ കോട്ടുവാടങ്ങൾ കണ്ടുകണെങ്കിൽ എന്റെ ചെവി പിടിച്ചോണ്ട്. എനിക്കത് അറിയില്ല, നിസ്കാരത്തിൽ കോട്ടുവാടെല്ലാം അറിയില്ല. എങ്ങനെ നിസ്കാരത്തിൽ കോട്ടുവായ വരികയാണ്? നിന്നെങ്ങനെ നോക്കി പിടിച്ചടക്കണ്ട. ചിലപ്പോൾ സുബൈര ഉറങ്ങിയിട്ടുണ്ടാവില്ല ചില വയൽ കഴിഞ്ഞാല്. അപ്പൊ ഒന്നൊക്കെ സുന്നത്തിന് ഇട്ടൂടായൊന്നുമില്ല, മനുഷ്യന്റെ ഒരു ബശരീയത്തിന്റെ പ്രശ്നമാണ്, മനസ്സിലായില്ലേ? ചിലപ്പം സുബൈര ഉറങ്ങാതെ വരുന്ന ഈസ ഉണ്ടാവും. അപ്പൊ സുന്നസ്കാരത്തിൽ എപ്പോ എന്താവും ഒന്നൊക്കെ ഇടും. അപ്പൊ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് ആ കൂടെ അയച്ചു കൊടുക്കാൻ നിൽക്കണ്ട. അപ്പൊ എന്റെ വിടലും എന്റെ കാട്ടിക്കൂട്ടലും കണ്ടില്ല വെച്ചിട്ട് ആക്കണ്ടാൻ സാധ്യതയുണ്ട്. അല്ലാതെ പടച്ചോനെ ഞാൻ അള്ളഹാനോട് കാവൽ സുജൂദിൽ കോട്ടുപാടുന്ന ദുരന്തത്തിൽ നിന്ന് കാക്കണേന്ന് തോർക്കണ ആളെ. എന്തപ്പോ സുജൂദിലൊക്കെ പോയിട്ട് കോട്ടുപാട് എന്ന് പറഞ്ഞാൽ, നാളെ ഒരാൾ എന്നോട് പറഞ്ഞു കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ മണിയറയിൽ വെച്ചിട്ട് ഭാര്യനെ തൊലാക്കല്ലാറ്. എന്തേന്ന് വെച്ച് ഡാഷിന്റെ സമയത്ത് ഉറങ്ങുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതന്നെയല്ല ഇപ്പതും സുജൂദിനേക്കാളും വലിയ മണിയറ ഏതാ ഉള്ളത്? അപ്പൊ കോട്ടുപാട് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ അള്ളാണ്ടാല് അംക്കെന്നെ ഈ പണിക്കെക്കണം പോയിക്കോട്ടെ. അള്ളഹാനോടുള്ള മുനാജാത്തിന്റെ രതിസുഖാണ് സുജൂദ്. ഇനി പൈമ കൂടണ്ട, അതൊരു കുട്ടി വിളിച്ച് പറഞ്ഞതാണ്, ഞാൻ ശരിയാക്കുകയും ചെയ്ത്. അതിപ്പോ എന്തായി നിങ്ങൾ ചിന്തിക്കണ്ട, ഞാൻ ശരിയാക്കുന്ന അത് മസലത്തായി കൊടുത്തു, മനസ്സിലായില്ലേ? സുജൂദിൽ കോട്ടുപാടുക എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്തൃം നടക്കുന്ന സമയത്ത് ഭാര്യ ഉറങ്ങും പോലെയാണ്, ഒരു സംശയം വേണ്ട. അള്ളാഹ് തൊലാക്കല്ലൂലാന്ന് മാത്രം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഹിദായത്തിന്റെ ഉന്നത സ്ഥാനത്ത് അള്ളാഹു തആല നമ്മളെ ജ്ഞാനഭാഗത്തിലൂടെ അള്ളാഹു വഴി നടത്തി തരട്ടെ. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം, അവരവരുടെ റബ്ബിനെ കൊണ്ട് ദൃഢമൂലമായി വിശ്വസിച്ചവരാണ്. വസിദ്നാഹും ഹുദാ, അവരുടെ സദാചാര സന്മാർഗ ബോധത്തെ നമ്മൾ കട്ടികൂട്ടി വർദ്ധിപ്പിച്ചു കൊടുത്തു. ഇനി ക്വാളിഫിക്കേഷൻ നമ്പർ 3 പറയുന്നുണ്ട്, സമയമില്ല, നമുക്ക് നാളെ പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.
ഒരു ആയത്തിന്റെ തലപ്പ് എത്തിയിട്ടുള്ളൂ. അതിൽ കുറെ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, കുറച്ച് വിശദീകരിച്ച് പറയേണ്ട സംഗതികളാണ്. നാളെ പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹിദായത്ത് കൊണ്ട് ഉറച്ചു കിട്ടിയാണ്ടല്ലോ പിന്നെ ഈമാൻ ആടൂലട്ടോ. ഒരു യുക്തിവാദിന്റെ പ്രസംഗം കേട്ടാലും ആടൂല. ഇനിയിപ്പോ ഈ ആരീസ് ഉണ്ടല്ലോ, ഇന്നലെ പിന്നെ അവിടുന്ന് ലണ്ടനിലും മണ്ടനായ ആ ചങ്ങായി ഉണ്ടല്ലോ, ഓ നാട്ടിൽ വന്നാ നോക്കിക്കൊണ്ട് നിങ്ങള് ഓരോന്ന് ഞെഞ്ഞ പറയോ കേൾക്കാൻ നിൽക്കണ്ട. ഓൻ പറയണേ എന്താന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഓ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ എന്താ അവർക്ക് പറയാനുള്ളതെന്ന് എനിക്കറിയാം, ഞങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ വന്നിട്ട് പറഞ്ഞില്ല എന്താ അറിയത്, ഞാന് മകളെ വിവാഹം കഴിക്കാന്ന് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആദന്റെ പിന്നെ കാലത്ത് മക്കൾ മേൽ വിവാഹം കഴിച്ച ഉദ്ധരിക്കും നോക്കിക്കൊണ്ട് നിങ്ങള്. അതാ ഞാൻ പറയാൻ പോവാ. ആദൻ നബിന്റെ ശരീരത്തിൽ നിന്നുണ്ടാക്കിയല്ല അവ്വാനെ ആദൻ നബി കല്യാണം കഴിച്ചില്ലേ, അതിനല്ലേ മോളെ കല്യാണം കഴിക്കാന്ന് പറയാന്ന് പറയുമ്പോ നോക്കിക്കൊണ്ട് നിങ്ങള്. പറയാനുള്ളത് ഞാനാണ്ട് പറഞ്ഞുതരാം. ഞങ്ങൾ ഇതൊക്കെ ആദ്യം മനസ്സിലാക്കിയാണ്. അത് പറയട്ടെ, അപ്പൊ അതിന് മറുപടി നമുക്ക് പറയാം. അത് പറയട്ടെ. അതല്ലാതെ ഒന്നും പറയില്ല, ഉറപ്പാണ്. നാട്ടിൽ വന്നാൽ ഇതല്ലാതെ ഓനൊന്നും പറയില്ല. ഇത് പറയുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പൊ അതിന് മറുപടി നമ്മളും പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ നടക്കുക. എന്താണ് ഓൾക്ക് പറയാനുള്ളതെന്ന് നമുക്കറിയാം. അതിന് മരുന്നും നമ്മൾ വെച്ചിട്ട്. ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞ എന്താ വെച്ചാൽ കേൾക്കാൻ പോകണ്ട. ഞാൻ കേൾക്കും, കാരണം ഞാൻ പറഞ്ഞല്ലാത്ത വല്ലതും പറയണ്ടോ നോക്കാനാണ്. പറയില്ലാന്ന് എനിക്ക് ഉറപ്പാണ്. അതിന് മരുന്നും നമ്മൾ എടുത്തിട്ടുണ്ട്. ഉമ്മത്ത് വയ്ക്കണമെങ്കിൽ ആ മരുന്ന് ഇറക്കുകയും ചെയ്യും. പക്ഷെ നിങ്ങളോട് പറയാനുള്ളത്, അവിടെ അയാൾ വഷളയിക്കണം, ഇവിടെ വന്നിട്ട് എന്താന്ന് അയാൾ പറയണത് നിങ്ങൾ കേൾക്കണ്ടെന്ന്. അയാൾ പറയണേ ഞങ്ങൾക്ക് പറഞ്ഞില്ല, ഇതേ പറയുള്ളൂ എന്ന് നിങ്ങൾ കേൾക്കാൻ നിൽക്കണ്ട. കാരണം അയാളെ ഭാഷയിൽ ഒരു സഹറുണ്ട്, മാസ്മരികത ഉണ്ട്. അത് കബളിപ്പിക്കലാണ്. അതറിയാതെ ഉള്ളിക്ക് വസ്വാസായി കയറിയ നിസ്കാരം മർമ്മത്തിലെത്തൂല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് ആ പൂതി ഉണ്ടാവും എന്താ പറയണെന്ന്. അതിനല്ല ഇപ്പൊ ഞാൻ പറയണത് തന്നെയാണ്, ഇതന്നെയാണ് പറയലെന്ന്. അതിന് മറുപടി ആ പറഞ്ഞ അപ്പൊ ഞാൻ പറയും, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കിൽ ഉറച്ചിട്ട് ഹക്കിൽ ചിരിച്ച് മരിക്കണോടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. എന്തെങ്കിലുമൊക്കെ കേട്ടാൽ ആടി ഉലയുന്ന അപ്പൂപ്പൻ താടി എന്നുള്ള സാധനം ഉണ്ട്, കാറ്റടിച്ച് ആടുന്ന സാധനം, പിന്നെ പറഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനത്തെ ഈമാനിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി വസല്ലം. ഈ ലൈറ്റ് ഹൗസ് എന്താ ഹോട്ടലിന്റെ പേര് വാക്ക? നിങ്ങൾ പറഞ്ഞ ഹോട്ടലിന്റെ പേരെന്താ? ആ സംശയം ഉണ്ടോ? അല്ല സംശയം ചോലി അത് കഴിഞ്ഞിട്ട് ഹോട്ടലൊക്കെ. പൈശാചികാണെങ്കിലും നമ്മുടെ അശ്രദ്ധ അതിന് കാരണമാണ്. നമ്മുടെ ഒരു അശ്രദ്ധ. നമ്മൾ ശരിക്കും എത്ര ഉറങ്ങിയിട്ടില്ല. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മൾ കല്യാണത്തിന്റെ തലേന്ന് തീരെ ഉറങ്ങൂല, ഒന്നും ഉണ്ടാവൂല. എന്നാലും അതിന്റെ അന്നത്തെ രാത്രി ഉറക്കം വരാത്ത എന്താ? നമ്മളെ ശ്രദ്ധ ഉള്ളതുകൊണ്ടാണ്. രണ്ടാമത്, പൈസ എണ്ണുന്നതിന്റെ ഇടയിൽ ഇന്ന് വരെ ആരെങ്കിലും കോട്ടുവായണങ്ങൾ കണ്ടു കാണാം? ഞാൻ ഇന്നലെ രാത്രി കുറെ ഉറക്കം വെച്ചു, അതുകൊണ്ടാ. എന്താ കോട്ടുപാടാത്തത്? അപ്പൊ ശ്രദ്ധയും ആർത്തി ഇതിമക്കാണ്, കോട്ടുവരില്ല. ഇതില് കോട്ട് വരാൻ കാരണം എന്താ വെച്ചാൽ സംഗതി യാന്ത്രികമായിട്ട് നടക്കുന്നുണ്ട്, കൽബ് കൂടല്ല. അപ്പൊ മറ്റാള് കയറും. കൽബ് കൂടെ ഡൗൺ ആകുമ്പോഴാണ് ഇബ്ലീസ് കയറുക, അല്ലെങ്കിൽ കയറൂല. ഇബ്ലീസ് കൽബക്ക് നേരെ ഇബ്ലീസ് കയറൂല, സ്വദറിലെ വരിക. സ്വദർ കൽബിനെ ആവരണം ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് സൂറത്തുൻ നാസിൽ അല്ലദീ യുവസ്വിസു ഫീ ഖുലൂബിന്നാസ് എന്ന് പറഞ്ഞില്ല, ഫീ സുദൂരിന്നാസ്. സ്വദറിന്റെ ഉള്ളിലാണ് കൽബുള്ളത്. ഇവൻ സ്വദറിന്റെ അവിടേക്ക് വരുള്ളൂ. എന്നിട്ട് പാളിയൊക്കെ കൽബ് എങ്ങനെ ഉണ്ട് എന്ന് അവിടെ ഇങ്ങനെ ജ്വലിച്ച് ഉന്മേഷത്തിലേക്കാണെങ്കിൽ പോണേക്കാണ്ട് പോകിട്ട് വരില്ല എന്നാണ്. അതില്ലാത്തതുകൊണ്ടാണ് ഇത് വരുന്നത്. അതാണ് കോട്ടുവാക്ക് പൈശാചിക സ്വാധീനം ഉണ്ടെന്ന് പറയാൻ കാരണം. നല്ല ചോദ്യം കേട്ടോ. പാവക്ക ഏതാണ് ഹോട്ടല്? വെജിറ്റബിളോ? ലൈറ്റപ്പ്. ആ ഹോട്ടൽക്കാരെ വകയാണ് ഇന്ന് ചായം ചെയ്യുന്നത്. അതിനാണ് ഇപ്പൊ ചോദിച്ചത്, വേറെ ഒന്നുമല്ല. അള്ളാഹു താല അവരെല്ലാത്തിലും ലൈറ്റ് കൊടുക്കട്ടെ. കച്ചവടത്തിലും വരുമാനത്തിലൊക്കെ അള്ളാഹു താല ലൈറ്റ് അല്ലേ, നൈറ്റാ. എന്നാ രാത്രിയിലെ നല്ല കച്ചവടം അത് ഉണ്ടാക്കി കൊടുക്കട്ടെ. അത് മതിയല്ലോ, നമുക്കിപ്പോ എന്താണെങ്കിലും ദ്വാ ഫിറ്റ് ചെയ്യാമല്ലോ. ലൈറ്റ് അല്ല നൈറ്റ് ആണെന്നാണ്. അപ്പൊ നൈറ്റ് കച്ചവടം ഉഷാറാക്കി കൊടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. ഈ ഭക്ഷണത്തിൽ പലർക്കും ദ്വാരക്കാണ്ട്. നല്ല സുനീറുണ്ട്, എനിക്ക് പുഴമീൻ കൊടുത്താക്കണം. അതിന് എനിക്ക് നല്ല ഇഷ്ടമുള്ള സൈസ് 3 കഷ്ണം ഒന്നായിട്ട് നിന്നിട്ട് പള്ളപ്പോഴും ചപ്പിയിട്ടില്ല. അപ്പോ നമ്മളെ ഇസ്മായിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ബേക്കറി മൊത്തം ഉപ്പര അയച്ചെടുത്തിട്ടുണ്ട്. നല്ല സൈസ് ബേക്കറി ഉണ്ട്. ഇയാളത് പിന്നെ പറയണ്ട. ഇന്ന് ഞാൻ കോണിപ്പടിമ ഇങ്ങനെ നോക്കി, ഒരു മനുഷ്യൻ പള്ളിക്ക് വരെ ഇങ്ങനെ ആരെങ്കിലും ജമാഅത്തിന് വരണങ്ങൾ കണ്ടുകണോ താങ്ങി പിടിച്ചോണ്ട്? ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു, ഞാൻ കൊണ്ടക്കണോന്ന് ചോദിച്ചു. അതല്ല ഇപ്പൊ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അല്ല ഞാൻ തിന്നണോന്ന് ചോദിക്കൂലല്ലോ, കാരണം എനിക്ക് തിന്നാനല്ല ഇപ്പൊ കൊണ്ടുവരണേ.
ഇത് ഞാനാണ്ട് കൊണ്ടക്കണോന്ന് വെച്ചാൽ കാരണം കണ്ടപ്പോ എനിക്ക് തന്നെ ഇടങ്ങറ്. എന്നാ അത് നിർത്തണില്ല. ഒരു ദിവസമൊന്നുമല്ല. ഇന്നലെ ഇപ്പം മട്ടന്, പച്ചക്കറി, പിന്നെ ദോശ, പുട്ട്. നിങ്ങളെന്തേ തലർത്തി പഠിച്ചോന് എനിക്ക് വയ്യ ഇയ്യാധിക തീറ്റൊക്കെ എന്നുള്ള കൊടുന്നാ തിന്നല്ല നിവർത്തില്ല. അള്ളാഹുത്തല്ല ഞാൻ കുറെ നിർത്താൻ നോക്കിട്ടോ. ഞാൻ ഇതിന്റെ ഉസ്താദിനോട് പറഞ്ഞ പുസ്തകം മേപ്പിട്ട് നോക്കി. എന്നോന്ന് ചോദിച്ചു. എന്നോന്ന് അറിഞ്ഞു അയാൾക്കെല്ലാം ദ്വാരക്കണം എന്നാണ് ഉസ്താദ്. അപ്പൊ അവൻ കൂടി അള്ളാഹുത്തല്ല ഹൈറും വർക്കത്തെ ഏറ്റി കൊടുക്കട്ടെ. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനും അലിമൂലരും ഉണ്ടല്ലോ. ഒരു ദിവസം ഇങ്ങനെ അലിമൂലരോട് ഞാൻ പറഞ്ഞു, പുത്തൻതെരുവിൽ നല്ല ഭക്ഷണം എല്ലാവരും കൊടുത്തേക്കുണ്ട്. എന്നും കോഴിയാണ്, നാസ്തക്ക് എന്നും കോഴിയാണ്. ഞാനും മൂപ്പരാണെങ്കിൽ കോഴി വല്ലാതെ തിന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ദിവസം പറഞ്ഞു, ആൾക്കാരാണെങ്കിൽ പൈസ ചെലവാക്കുന്നുണ്ട്, കൊടുത്തേക്കുന്നുണ്ട്. ഈ കോഴി ഒന്ന് മാറ്റാനുള്ള ഒരു ഭാഗ്യം അവർക്ക് അല്ല കൊടുക്കട്ടെ. അതിന്റെ പിറ്റേന്നാ മൂപ്പര കൊണ്ടുവരാൻ തുടങ്ങിയത്. നോക്കുകയാണെങ്കിൽ മൂപ്പരാണെങ്കിൽ കോഴിയൊന്നല്ല, ബീഫ്, മട്ടൻ, പച്ചക്കറി നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കൊണ്ടുവരും. കോഴി തൊടുന്നേരം നമ്മൾ കളിയാക്കല്ല കേട്ടോ. കോഴി നല്ല സാധനമല്ല, നല്ല സാധനം തന്നെയാണ്. പക്ഷെ കോഴി വല്ലാതെ തിന്നാൽ നമ്മൾ തിന്നണ സ്വഭാവത്തിൽ കാണുന്നതാണ്. നമ്മളെ സ്വഭാവത്തിൽ കാണുന്നതാണ്. അപ്പൊ അതുകൊണ്ടും കൂടിയാ കോഴി വല്ലാതെ തിന്നാത്തത്. അപ്പൊ ഈ ഇടക്ക് ബോധിക്ക് പഠിച്ചോനെ നിങ്ങൾ കൊടുത്താക്കണ ഒരു ടെൻഷനായോ? നിങ്ങൾ അതന്നെ കൊടുത്താച്ചോളി, കോഴി മാറ്റൊന്നും വേണ്ട. നിങ്ങൾ മാറ്റരുത്, അതന്നെ കൊടുത്താക്കണം. ഞാൻ ഒരിക്കലും ഭക്ഷണത്തിന്റെ ലിസ്റ്റ് പറയുന്ന ആളല്ല. പണ്ടൊരു മൂലേര് പറഞ്ഞാൽ എനിക്ക് മുരിങ്ങാക്കായ ഇഷ്ടം. ആൾക്കാർ 3 നേരം മുരിങ്ങാക്കായി. ലാസ്റ്റ് ഇയാൾ ക്ലാസ്സിൽ മാറ്റിപ്പിടിച്ച് പള്ളിയിൽ ആരും പെറ്റെടുക്കണില്ല. അപ്പൊ അന്നായിരിക്കും നമ്മൾ പറഞ്ഞുണ്ടാക്കല്ലേ, നിങ്ങൾ കൊടുത്താക്കണേൽ ഒരു മാറ്റം വരുത്തരുത്, അതന്നെ കൊടുത്താച്ചാൽ മതി. പക്ഷെ അള്ള അവിടെ അൽഹംദുലില്ലാ നമ്മളെ തേട്ടം സ്വീകരിച്ചു എന്നാ പറഞ്ഞേ. അതിന്റെ പിറ്റേന്ന് മുതലാ 4 മാസത്തോളം മുപ്പരി കൊണ്ടുവരുന്നത്. അപ്പൊ നാസ്തൊക്കെ നമുക്ക് റെഡിയാണ്. അതിലൊന്നും നിങ്ങൾ ഇടപെടരുത്. നിങ്ങൾ ഇവിടെ ക്ലാസ്സിന് വന്നാൽ മതി, വേറെ ഒന്നും തരണം, ശമ്പളവും തരണ്ട. വേണേ കട്ടായിക്കോളി, നിങ്ങൾ സാക്ഷി നിർത്തിയിട്ടല്ലോ ശമ്പളം കട്ടായിക്കോളി. ഞാൻ ശമ്പളത്തിന് പണിയെടുക്കുന്നില്ല, തരുമ്പോ വാങ്ങും, അത് വേറെ. അതിന് പണിയെടുക്കണില്ല. പഠിത്തം പരിനോട് ചെയ്ത് നാളെ തിരുവനന്തപുരത്ത് വെച്ച് വേദനിട്ട് ആ പൈസ കിട്ടിയോന്ന് അപ്പോഴെനിക്ക് ഓർമ്മ തന്നെ. ഇതുവരെ കിട്ടിയിട്ടില്ല, വാങ്ങിയിട്ടില്ല, വാങ്ങാനൊട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ഓല് വിളിച്ചിട്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഇതിന്റെ ഓർമ്മയിലുണ്ടാവില്ല, സത്യം പറയാം. ഇതിന്റെ ഓർമ്മയിലുണ്ടാവില്ല. ആ കിട്ടാത്തൊന്നും എന്റെ ഓർമ്മയിലുണ്ടാവും. ഒക്കെ പോയിക്കുന്നു. എന്ന് പറഞ്ഞാല് ശമ്പളം നിന്റെ തലയിൽ കയറിയിട്ടില്ല. സത്യത്തിൽ ഈ സെയ്തലി വെച്ച് ശമ്പളം ഏറ്റ് വരുമ്പോൾ എനിക്ക് ഓർമ്മ കയറി. ഇന്ന് 1-ാം തീയതിയിലേന്ന് കേൾക്കില്ല. അത്രേ ഉള്ളൂ. അപ്പോ നിങ്ങളെ ക്ലാസ് ദഅവത്തിന് കൂടെ നിൽക്കുക, അതിനെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ പെരുന്നാൾ. അതിന്റെ മേലെ ഒന്നുമില്ല. അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد. പടച്ചവനെ പറഞ്ഞോ കേട്ടൊക്കെ കബൂലാക്കണേ അല്ലാ. ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തരണേ അല്ലാ. ലക്ഷ്യങ്ങളിൽ എത്തിക്കണേ അല്ലാ. ഹിദായത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ. യഖീൻ കൂട്ടിത്തരണേ അല്ലാ. എന്ത് കണ്ടാലും വായിച്ചാലും കേട്ടാലും ഇളകിപ്പോകുന്ന ഈമാനാക്കല്ലേ അല്ലാ. അള്ളാഹു നിന്നിലേക്കുള്ള യാത്രയിൽ നീ ഗതാഗത ഒരുക്കോ ബ്ലോക്കോ ഒന്നും ഉണ്ടാക്കല്ലേ അല്ലാ. അള്ളാഹു ഞങ്ങളെ വഴികളൊക്കെ നീ തുറന്നു തരണേ അല്ലാ. ഞങ്ങൾക്ക് അടച്ചുപൂട്ടിയ ഔദാര്യങ്ങൾ നീ തുറന്ന് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നിന്റെ ഖജനാവ് ഞങ്ങൾക്ക് വിട്ടുതരണേ അല്ലാ. അതിൽ ഹിദായത്തോ റഹ്മത്തോ റിസ്ഖും നൽകണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങൾക്ക് ആരോഗ്യം നൽകണേ അല്ലാ. രോഗങ്ങളൊക്കെ മാറ്റിത്തരണേ അല്ലാ. പ്രയാസങ്ങളൊക്കെ നീക്കിത്തരണേ അല്ലാ. കടങ്ങളൊക്കെ വീട്ടിത്തരണേ അല്ലാ. നാട്ടുകാരുടെ ഇടയിലും ആളുകളുടെ ഇടയിലും വ്യക്തിപരമായ കാര്യത്തിന് കൈനീട്ടേണ്ട ഗതികേട് നൽകല്ലേ അല്ലാ. ഔലങ്കർക്കൽ മുണ്ടി വിരിക്കണവരുടെ കൂട്ടത്തിൽ പെടുത്തല്ലേ അല്ലാ. അള്ളാഹു എങ്ങനെ മുണ്ടി വിരിക്കാനുള്ള ആളുകളെ നീ സഹായിക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ റൂട്ടുകളിലൊന്നും നീ തടസ്സം ഉണ്ടാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഹൈറായ വഴികൾ ഒന്നൊന്നായി നീ തുറന്നു തരണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. സക്കീനത്ത് നൽകണേ അല്ലാ. തുമനീനത്ത് നൽകണേ അല്ലാ. സലാമത്ത് നൽകണേ അല്ലാ. സ്വലാഹ് നൽകണേ അല്ലാ. ഇൽമ നൽകണേ അല്ലാ. അത് മദ്ഹ് പറയാൻ, നിന്നെ പറയാൻ, നിന്നെ വാഴ്ത്താനുള്ള നാവും ശേഷിയും ഭാഷയും നൽകണേ അല്ലാ. ആയുസ്സും നൽകണേ അല്ലാ. അവസാന ഹിദായത്തിലായി കലിമ ഉറക്കച്ചൊല്ലി ചിരിച്ചു മരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا ولمن مات منا لمن دفنوا حوالينا ولجميع المؤمنين والمؤمنات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على آخر القيسين محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.